സുഹൃത്തുക്കളെ, മലയാളത്തിന്റെ അഭിമാനവും അലങ്കാരവുമായ ശ്രീ ജയദേവനെ ഇവിടെ അനുമോദിക്കാൻ വന്നെത്തിയ നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യത്തെ ചടങ്ങ് ഹാരാർപ്പണമാണ്. ഹാരാർപ്പണത്തിന് പേര് നിന്ന കലാസാഹിത്യ സംഘടനകൾ പേര് വിളിക്കുന്നതിനനുസരിച്ച് വരാൻ അപേക്ഷ. കേരള സാഹിത്യ അക്കാദമിക്ക് വേണ്ടി, പുരോഗമന സാഹിത്യ സമിതിക്ക് വേണ്ടി, ജന്മദേശം ജീവനക്കാർക്ക് വേണ്ടി, ദേശാഭിമാനി ജീവനക്കാർക്ക് വേണ്ടി, വീക്ഷണം ജീവനക്കാർക്ക് വേണ്ടി, ദേശപോഷണി വായനശാലയ്ക്ക് വേണ്ടി, അനുവാചക പുസ്തകശാലയ്ക്ക് വേണ്ടി, ചിത്രകൗമുദിക്ക് വേണ്ടി, ഇവിടെ നിന്ന് ഉറങ്ങാണോ? സ്വീകരണം നന്നായില്ലേ? ഗ്രാൻഡ്. എന്താ ആൾക്കൂട്ടമായിരുന്നു. പി ചേട്ടന്റെ പ്രസംഗം കേട്ടപ്പോ കണ്ണു നനഞ്ഞുപോയി. മാലകളുടെ ബഹളം. ഒരു റോസ് മാല എടുത്ത് നിനക്ക് പ്രത്യേകം വെച്ചതായിരുന്നു. ഫോട്ടോഗ്രാഫുകാരുടെ ബഹളത്തിൽ ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു. ഇത് കിട്ടി, ഇത് മതി. നിൽക്കൂ, ഞാനിപ്പോ വരാം. മേയറുടെ വക ഒരു ഡിന്നറുണ്ട്. മേയറും നഗരസഭയും മാത്രം. അതിന് നിനക്ക് വരാം. വേണ്ട, ഞാൻ എല്ലാം മനസ്സിൽ കണ്ട് സന്തോഷിക്കുന്നുണ്ട്. എനിക്കത് മതി. പത്രക്കാരൻ ബഹളം ഒന്നും ഉണ്ടാവില്ല. വേണ്ട, പൊയ്ക്കോളൂ. ഞാനിനി ഈ സ്വീകരണങ്ങളും ബഹളങ്ങൾ കഴിഞ്ഞ് ഈ വഴിക്ക് വരൂ. സൗകര്യം പോലെ വരൂ. വീട്ടിൽ പോയിരുന്നു. ആശുപത്രിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഒന്നും പറയാറായിട്ടില്ല. ഞാനുണ്ടാവുമെന്ന് കരുതി പോകാതിരിക്കണ്ട. നേരിട്ടത് പറയാനാണ് ഞാൻ വന്നത്. വീണ് കിട്ടിയ മുതൽ കളയാതെ ഉടമയ്ക്ക് തിരിച്ചേൽപ്പിക്കണമെന്ന് കരുതിയിട്ടേ ഉള്ളൂ. അന്നും നീ അദ്ദേഹത്തിന്റെ ആരാണ്? ഞാനോ? ഞാൻ ആരുമല്ല. എന്നെങ്കിലും ആളുകൾ അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ ആരും എന്നെ പറ്റി പറയുകയുമില്ല. നാടകം വേണ്ട. ഇല്ല, അഭിനയിച്ച് എനിക്ക് മടുത്തു. മുമ്പേ കഴിഞ്ഞത് മറന്നിട്ടില്ല. ആണുങ്ങളെ വേട്ടയാടുന്നൊരു തേവിടിശയായിട്ടാണ് എന്നെ കണ്ടത്. നീ മാത്രമേ എന്നെ എങ്ങനെ വിളിച്ചിട്ടുള്ളൂ. തെരുവിൽ നിന്ന് ഞാൻ പെറുക്കിയെടുത്തത് നിധിയൊന്നുമല്ല, ഒന്നിനും കൊള്ളാത്തൊരുത്തനെയായിരുന്നു. അതെ, ഒന്നിനും. പണമില്ല, പൗരുഷവുമില്ല. ഞാൻ അത് രണ്ടുമുള്ള ഒരു 100 ആണുങ്ങളുടെ തല വേണമെങ്കിൽ അന്ന് എനിക്ക് അടിപ്പാവാടയുടെ ചരവിൽ കോർത്തിട്ട് നടക്കാമായിരുന്നു. നിനക്കെന്നെ മനസ്സിലാവില്ല, ആർക്കും. അവിടെ പലരും ഭാര്യയാണ് അന്വേഷിക്കുന്നത്.
ഭാരതി പോണം. ഞാനിവിടെ ആരുമല്ല. ഭാരതി പുറപ്പെടാൻ ആവശ്യത്തിലേറെ ഞാൻ പറഞ്ഞുപോയി. ക്ഷമിക്ക. പുറപ്പെടാൻ. രോഗം മാറി ഭാരതിയുടെ കൂടെ അദ്ദേഹം ഇറങ്ങിപ്പോയെന്ന് കേട്ടാൽ ഏറ്റവും സന്തോഷം എനിക്കായിരിക്കും. ഇതൊരു വെറും വാക്കല്ല, സത്യം. കഴിഞ്ഞു. ബോധമുണ്ടായിരുന്നു. നീ വന്നു എന്ന് അന്വേഷിച്ചു. എന്നെ ചോദിച്ചു ചേട്ടാ, സത്യം പറയൂ, എന്നെ ചോദിച്ചു. ചോദിച്ചു.